അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് AEC എക്സ്റ്റെൻഡ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് പരിചയപ്പെട്ടത്. ഇനി അടുത്ത് AEC എക്സ്റ്റെൻഡ്, അതായത് ജോമെട്രിയിലുള്ള AEC എക്സ്റ്റെൻഡ്. അതിലുണ്ട് AEC എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്യാം. അതിൽ 3 ടൈപ്പാണുള്ളത്, 3 ഒബ്ജക്റ്റാണുള്ളത്. അതിൽ ഫോളിയേജ്, റെയിലിംഗ്, വാള്. ഫസ്റ്റ് ഫോളിയേജിന് ഓരോ മരങ്ങളൊക്കെയാണ്, ചെടികൾ മരങ്ങളൊക്കെ ഇതിലുള്ളത്. ഇതിൽ ഏതാ വേണ്ട സെലക്ട് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സംഗതി വന്നിട്ടുണ്ടാവും. ഇത് റെൻഡർ ചെയ്താലുള്ളൂ ഇതിൻ്റെ ഇലൻ്റെ കറക്റ്റ് ഭംഗി കാണണമെങ്കിൽ റെൻഡർ ചെയ്ത് നോക്കുക. റെൻഡർ ചെയ്താൽ കറക്റ്റ് ചെയ്ത് ഭംഗി കിട്ടും. ഇവിടെ മുകളിലുണ്ട് റെൻഡറിന് ചെയ്യാനുള്ള ഓപ്ഷൻ. മുകളിൽ ടീപോട്ടിൻ്റെ ആകൃതിയുള്ള ആ ചിഹ്നമാണ് റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ ഒബ്ജക്റ്റുകളുണ്ട്, ഏതാ വേണ്ട സെലക്ട് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഏതാ വേണ്ട സെലക്ട് ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മളൊരു മങ്ങിയ കളർ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, റെൻഡർ ചെയ്താൽ യഥാർത്ഥ വിധത്തിൽ ഇതിൻ്റെ കറക്റ്റ് കിട്ടും ചെയ്യും. നമുക്ക് എത്ര ഒറിജിനാലിറ്റി ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ല. അടുത്തത് വാള് നമുക്ക് വാളിന് എടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇവിടെ ഒരു ഉദാഹരണം 24 ഇട്ട് കൊടുത്തു. അതിന് ഹൈറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഒരു 300 ഇട്ട് കൊടുക്കുക. നേരെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വരക്കണേ വരക്കാം. അപ്പോൾ നമ്മൾ വേറെ ഉത്തരം വാളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, പല രൂപത്തിലും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തതാണ് റെയിലിംഗ് എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലെങ്ത് വന്നു. മൗസ് പെൻ വിടുക, ഹൈറ്റ് ഇട്ട് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെയിലിംഗ് കൊടുത്തു. ഇതിന് കുറേ പാർട്സുകളുണ്ട്. അത് ഈ മുകളിലത്തെ ഹൊറിസോണ്ടൽ പോർഷനാണ് ടോപ്പ് റെയിൽ, അടിയത്തെ ഹൊറിസോണ്ടൽ പോർഷനാണ് ലോവർ റെയിൽ. ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും വെർട്ടിക്കൽ സപ്പോർട്ടാണ് പോസ്റ്റ്. ഈ 2 പോസ്റ്റിൽ വരുന്ന വെർട്ടിക്കൽ സപ്പോർട്ടാണ് പിക്കറ്റ്. അപ്പോൾ ടോപ്പ് റെയില്, ലോവർ റെയില്, പോസ്റ്റ്, പിക്കറ്റ്, ഇങ്ങനെ ഇത്ര ടൈപ്പാണുള്ളത്. ഓരോന്നിനും ഓരോ സെറ്റിങ്സ് ഉണ്ട്. മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സെറ്റിങ്സ് കിട്ടും. മോഡിഫൈ എടുത്തു. അതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലെങ്ത് ഉണ്ട് കേട്ടോ. ലെങ്ത് നമുക്ക് എങ്ങനെ വേണ്ടി കൊടുക്കുക. തൊട്ടടിയിലുണ്ട് ടോപ്പ് റെയിലിൻ്റെ സെറ്റിങ്സ് ആണ്. ഇപ്പോൾ ടോപ്പ് റെയിലിൽ പ്രൊഫൈൽ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ സ്ക്വയറിൽ നിലവിൽ കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇല്ലായിരിക്കും. റൗണ്ട് ആക്കുക. തൊട്ടടി ഏതാണ് കൊടുത്തത് അതിൻ്റെ സെറ്റിങ്സ് തൊട്ടടിയിൽ വരും. റൗണ്ടിൻ്റെ ലെങ്ത് കൂട്ടി കൊടുക്കുക, വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. പിന്നെ ഹൈറ്റ് എങ്ങനെ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. തൊട്ടടി ലോവർ റെയിലുണ്ട്. ലോവർ റെയിലിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക, റൗണ്ട് ഇട്ട് കൊടുക്കുക, ഡെപ്ത് കൂട്ടി കൊടുക്കുക, വിഡ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക. അതിന് തൊട്ടടിയിലുണ്ട് പോസ്റ്റ്. ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്. ഏതാ വേണ്ടി കൊടുക്കുക, ഡെപ്ത് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കുക, വിഡ്ത്ത് കൂട്ടി ഇട്ട് കൊടുക്കുക. അടുത്തോടെ എക്സ്റ്റൻഷൻ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എങ്ങനെ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹൈറ്റ് എത്രത്തോളം വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ തൊട്ടടി ഫെൻസിങ് ആണ്. അതിൽ ടൈപ്പിൽ പിക്കറ്റ് ഉണ്ട്, സോൾഡ് ഫിൽ ഉണ്ട്, രണ്ടുണ്ട്. പിക്കറ്റ് കാണും. സോൾഡ് ഫില്ല് ചെയ്താലോ ഫില്ല് ചെയ്ത രൂപത്തിൽ കാണും. ഇവിടെ ഷെയ്ഡ് ഉണ്ടാക്കി അതെല്ലാം നമുക്ക് ഏതാ വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തൽക്കാലം പിക്കറ്റിന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് പിക്കറ്റിൻ്റെ സെറ്റിങ്സ് ആണ്. റൗണ്ട് ഇട്ട് കൊടുക്കുക. തൊട്ടടിയുണ്ട പിക്കറ്റിൻ്റെ പ്രൊഫൈലിൽ റൗണ്ട് ഇട്ട് കൊടുക്കുക, ഡെപ്ത് കൂട്ടി കൊടുക്കുക, വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. എക്സ്റ്റൻഷൻ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടി, എക്സ്റ്റൻഷൻ ഹൈറ്റ് കൂട്ടാൻ. ബോട്ടോക്സിന് അതിൻ്റെ അടിവശം കൂട്ടാൻ കഴിയില്ല, കുറക്കാൻ നമുക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതാണ് ആ സെറ്റിങ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഹാൻഡ് റെയിലായിട്ട് ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഇനി അതല്ല നമുക്കൊരു കർവ് ഷേപ്പിലൊക്കെ ഇത് ഹാൻഡിൽ വരണം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിസൈന് വരച്ച് ലെവലാക്കി ഇട്ട് കൊടുക്കുക. തൊട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാത്ത് വരക്കാം. പാത്ത് നമ്മൾ ഡിസൈൻ വരേണ്ട റൂട്ട്. പാത്ത് 2D ഒബ്ജക്റ്റ് ആയിരിക്കണം. അതായത് ഷേപ്പിൽ വന്നിട്ട് ലൈനോ റെക്റ്റാങ്കിളോ സർക്കിളോ ഏത് വിളിക്കുക. അപ്പോൾ ലൈൻ എടുത്തു. ലൈൻ തൊട്ടടിയിലുണ്ട് കണ്ടോ, നമ്മൾ ഇനീഷ്യൽ ടൈപ്പും ഡ്രാഗ് ടൈപ്പ് ഉണ്ട്. അതിലിപ്പോൾ ഇനീഷ്യലും രണ്ടിലും കോർണർ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും ലൈൻ വളയില്ല കണ്ടോ, ലൈൻ ഒരിക്കലും വളയില്ല. അതല്ല നമുക്ക് സ്മൂത്ത് ആക്കിയ, അത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ആണ്. ഡ്രാഗ് ഇപ്പോൾ ഇനീഷ്യൽ കോർണർ ഡ്രാഗ് സ്മൂത്ത്. അപ്പോൾ സ്റ്റാർട്ടിങ് കുഴപ്പമുണ്ടാവില്ല, പിന്നെ അങ്ങനെ കർവ് വരും. അതല്ല സ്റ്റാർട്ടിങ് തന്നെ കർവ് വരണമെങ്കിൽ സ്മൂത്ത് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കർവ് നമുക്ക് ഇങ്ങനെ വേണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതായാലും അത് വെച്ചിട്ട് അതിനെ വരക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തു ഒരു ആർക്ക് വെച്ച്. ഇതിന്റെ സെഗ്മെന്റ്സ് കൂട്ടണമെങ്കിൽ നമുക്കറിയാം, സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെഗ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഫ്ലാഷിൽ പോയാൽ അതിന്റെ സ്റ്റെപ്പ് കൂട്ടി കൊടുത്താൽ അതിന്റെ സെഗ്മെന്റ്സ് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, നമ്മൾ വരച്ച ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇത് ഏറ്റവും മുകളിലുണ്ടാവും പിക്ക് റെയിലിംഗ് പാത്ത്, അത് ക്ലിക്ക് ചെയ്യാം. നേരെ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ റെയിലിംഗ് പാത്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കറക്റ്റ്
വന്നിട്ടൊന്നുമില്ല, വിചാരിച്ച ലെവലിൽ എത്തിയിട്ടില്ല. തൊട്ടടി സെഗ്മെന്റ് ഉണ്ട്, സെഗ്മെന്റ് കൂട്ടി കൊടുത്താൽ മതി. സെഗ്മെന്റ് അത്യാവശ്യം കൂട്ടി കൊടുക്കും, ഒരു 1000 ഇട്ട് കൊടുത്തതിന് ഉണ്ടോ, സെഗ്മെന്റ് കൂട്ടി കൊടുത്താൽ അതനുസരിച്ചുള്ള ഇത് വന്നിട്ടുണ്ട് ഉണ്ടോ. പക്ഷെ ഇതിന്റെ എണ്ണം കുറവാണ് കേട്ടോ. പോസ്റ്റിന്റെ പിക്കറ്റ് എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ തൊട്ടടിയിലുണ്ട് ഈ സെറ്റിങ്സിലുണ്ടോ, അതിൽ ലോവർ റെയിലിന്റെ അവിടെ ഉണ്ട് ചെറിയ ബോക്സ് ഉണ്ട്, ലോവർ റെയിൽ സ്പേസി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരും. അതിലുണ്ട് കൗണ്ട് എണ്ണം. ഇപ്പോൾ ഒന്നുള്ളത് ലോവർ റെയിൽ ഒന്നുള്ളത്, രണ്ടിട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, ഏതാ പാട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് ക്ലോസ് ചെയ്യാം. 3 ലോവർ റെയിൽ 1. അടുത്തതാണ് തൊട്ടടി ലോവർ റെയിലിന്റെ അടിയിലുണ്ട് പോസ്റ്റിന് എണ്ണം കൂട്ടുക. അതേപോലെ സ്പേസ് ക്ലിക്ക് ചെയ്യുക, കൗണ്ട് 2 എത്ര വേണ്ടി കൂട്ടി കൊടുക്കുക. ഓരോ 2 പോസ്റ്റിന് 2 പിക്കറ്റ് ഉണ്ടാവും. പോസ്റ്റിനെ കൂട്ടിനനുസരിച്ച് ആ 2 പോസ്റ്റിനും 2 പിക്കറ്റ് ഉണ്ടാവും, ആഡ് ആവും. ഇനി പിക്കറ്റിന് എണ്ണം കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 ഇട്ട് 3 ഇട്ട് ഓരോ 2 പോസ്റ്റിനും 3 ഉണ്ടാവും. 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ 2 പോസ്റ്റിനും 4 ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേണ്ടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നേരെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്വിമ്മിംഗ് പൂളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീടിന് അങ്ങനെയൊക്കെ വീണ് ഒരു ബൗണ്ടറി വാളോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാര്യത്തിൽ യൂസ് ചെയ്യുന്നത്, ഹാൻഡ് റെയിൽ യൂസ് ചെയ്യുന്ന സംഗതിയാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാനുള്ളൂ കേട്ടോ. ഇതാണ് AECയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ബാക്കി അടുത്ത ക്ലാസ് എടുക്കുക.